ഹലോ മകളെ, വെൽക്കം ബാക്ക് ടു എക്സ് ആൻഡ് വൈ ലേണിങ്സ്. എക്സ് ആൻഡ് വൈ ലേണിങ്സിൻ്റെ NMMSൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ പ്രീവിയസ് ഇയറിൽ ഫ്രീക്വൻ്റ്ലി ആയി നിരന്തരമായി ചോദിച്ചു വന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ്, നിങ്ങളേക്ക് അത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്, ഈ പുതിയൊരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. മക്കളെ നിങ്ങൾക്കൊരു സന്തോഷവാർത്തയുണ്ട്. ചില ആളുകൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, എന്നിരുന്നാൽ കൂടി വീണ്ടും പറയുകയാണ്. എക്സ് ആൻഡ് വൈ ലേണിങ്സ് നിങ്ങൾക്കായിട്ട് ഫ്രീ NMMS കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ടായിരിക്കും, അതിൽ കയറിയിട്ട് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അപ്ലൈ ചെയ്യാം. ഫ്രീ ആയിട്ടുള്ള NMMS കോച്ചിങ് നിങ്ങൾക്കായി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ സയൻസിലെ ഫ്രീക്വൻ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ എന്താണ് തറോ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. നമുക്ക് ശ്രദ്ധിക്കുക, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹു ഇൻട്രൊഡ്യൂസ് ദ ഡോക്ട്രിൻ ഓഫ് ലാബ്സ്? ആരാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്, ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ലോർഡ് കാനിങ് ആണ്, കാനിങ് പ്രഭു എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ലോർഡ് വെല്ലസ്ലി പ്രഭുവാണോ, അതോ ഓപ്ഷൻ സി എന്ന് പറയുന്നത് ലോർഡ് കോൺവാലിസ് പ്രഭുവാണോ, ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഡെൽഹൌസി പ്രഭുവാണോ? ഇതിൽ ആരാണ് ദത്തവകാശ നിരോധന നിയമം അഥവാ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് നടപ്പിലാക്കിയത്, ആരാണെന്ന ചോദ്യം. മക്കൾക്ക് എനിക്കറിയാം, നിങ്ങൾക്ക് ഉത്തരം അറിയാം എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് പെട്ടെന്ന് എന്ത് ചെയ്യുക, കമന്റ് സെക്ഷനിൽ പോയിക്കാണ്ട് എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് വേഗം ടൈപ്പ് ചെയ്യുക. ആരാണ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് അഥവാ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്, ആരാണ് എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് എങ്ങനെ വന്നത്? 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത്. ഓക്കെ, എന്നിട്ട് 1857 വരെയുള്ള 100 വർഷ കാലഘട്ടം വളരെ സുഖസുന്ദരമായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ എക്സ്പ്ലോയിറ്റ് ചെയ്തു, അഥവാ ചൂഷണം ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഇന്ത്യ എന്ത് ചെയ്യും, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോട് കൂടിയിട്ട് ഇന്ത്യയിൽ മാസമായി കണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടക്കാണ്. അപ്പോൾ ഈ സമയത്ത് ഈ 100 വർഷ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ പല തട്ടിലുള്ള ആളുകളെയും പല മേഖലയിലുള്ള ആളുകളെയും എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ത്യക്കാരായ രാജാക്കന്മാരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്ത പ്രധാനപ്പെട്ട ഒരു മെത്തേഡായിരുന്നു ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറഞ്ഞാൽ. ഇതിന് ആൻസർ ഏതാണ്? ഓക്കെ, ഇതിന് ആൻസർ നമുക്ക് പറയാം. ഇതിന് എന്താണ് നമ്മൾ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറയാം? ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഡി, ഓപ്ഷൻ ഡി, ഡെൽഹൌസി പ്രഭുവാണ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് അഥവാ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് എന്ന് പറയുന്നത്. ഡെൽഹൌസി പ്രഭുവാണ് നടപ്പിലാക്കിയത്. ശ്രദ്ധിക്കുക, എന്താണ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറഞ്ഞാൽ, എന്താണ് ദത്തവകാശ നിരോധന നിയമം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഇവിടുത്തെ രാജാക്കന്മാർ, ആ രാജാവിൻ്റെ കാലശേഷം അടുത്ത രാജാവ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ രാജാവിൻ്റെ മകൻ എന്ന് പറയുന്ന ഒരു കുടുംബവാഴ്ചയിലൂടെയാണ് ഇവിടെ നടക്കുന്നത്. സപ്പോസ് ഒരു രാജാവിന് മകൻ ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും? ഒരു മകനെ ദത്തെടുക്കും. പക്ഷെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഈ പറയുന്ന ദത്തെടുക്കുന്ന സിസ്റ്റത്തെ ഇവർ എന്ത് ചെയ്തു? ഇല്ലാതാക്കി, അതെന്ത് നിരോധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നിരോധിച്ച സമയത്ത് ഈ മക്കളില്ലാത്ത അഥവാ മകനില്ലാത്ത രാജാക്കന്മാർക്ക് അവരുടെ കുടുംബ വാഴ്ചയ്ക്ക് എന്തില്ല, അടുത്തൊരു രാജാവിനെ തീരുമാനിക്കാനുള്ള ഒരു അധികാരം ആർക്കില്ല, ഈ കുടുംബത്തിലില്ല. പകരം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്? അത്തരത്തിലുള്ള മേഖലകളെ, പ്രവിശ്യകളെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്. മക്കൾക്ക് ക്ലിയർ ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതാരാണ് നടപ്പിലാക്കിയത്, ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആരാണ്? ലോർഡ് ഡെൽഹൌസി അഥവാ ഡെൽഹൌസി പ്രഭുവാണ് ഇത് നടപ്പിലാക്കിയത് എന്ന് പറയാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 1857 നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അർത്ഥം എന്ന് പറയുന്നത് ഹു ലെഡ് ദ റിവോൾട്ട് ഓഫ് 1857 അറ്റ് കാൺപൂർ? കാൺപൂരിലെ 1857 ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും എന്ത് നടന്നിട്ടുണ്ട്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് മാസമായിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ നടന്നിട്ടുണ്ട്. ഇതിൽ കാൺപൂരിൽ നടന്ന പ്രൊട്ടസ്റ്റുകൾക്ക്, വിപ്ലവത്തിന്, റവല്യൂഷന്, റിവോൾട്ടിന് നേതൃത്വം കൊടുത്ത ലീഡർ ആരാണ് എന്നുള്ള ചോദ്യം. ഓപ്ഷൻ എന്ന് പറയുന്നത് നാനാ സാഹിബ് എന്ന് പറയുന്നത്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ബഹദൂർ ഷാ രണ്ടാമൻ അഥവാ ബഹദൂർ ഷാ സെക്കൻഡ് എന്ന് പറയുന്നത്, ഓപ്ഷൻ സി ഝാൻസി റാണി, ആൻഡ് ഓപ്ഷൻ ഡി കുൻവാർ സിംഗ് എന്ന് പറയുന്നത്. ഇതിൽ ആരാണ് കാൺപൂർ മേഖലയിലുള്ള 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് ഉത്തരം അറിയാം. പെട്ടെന്ന് എന്ത് ചെയ്യുക? കമന്റ് അടിക്കുക. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? കമന്റ് ചെയ്യുക, എത്രയും പെട്ടെന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, നാനാ സാഹിബാണ് ആൻസർ എന്ന് പറയുന്നത്.
നമുക്കറിയാം 857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയിൽ പല അതിന് മുമ്പ് കുറേ എന്ത് നടന്നിട്ടുണ്ട്, പ്രൊട്ടസ്റ്റുകളൊക്കെ നടന്നിട്ടുണ്ട്, നീലം കലാപം, കർഷകരുടെ കലാപമൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ 857 ഇന്ത്യയിൽ ഒന്നാകെ എന്ത് ചെയ്യാണ്, ഈ ബ്രിട്ടീഷുകാർക്കെതിരെ റവല്യൂഷൻ അഥവാ വിപ്ലവം, റിവോൾട്ട് പൊട്ടിപ്പുറപ്പാണ്. അതിൽ നേതൃത്വം കൊടുത്ത ആളുകൾ എന്ന് പറയുന്നത് നമുക്കൊരു എന്ത് ചെയ്യാം, ബോക്സ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ഡൽഹിയിൽ നേതൃത്വം കൊടുത്ത ആളാണ് ബഹദൂർ ഷാ സെക്കൻഡ് എന്ന് പറയുന്ന ആൾ. ഡൽഹിയിൽ റിവോൾട്ട് നേതൃത്വം കൊടുത്ത ആളാണ് ബഹദൂർ ഷാ സെക്കൻഡ് എന്ന് പറയുന്നത്. അതുപോലെ ഝാൻസിയിലാണ് റാണി ലക്ഷ്മി ബായി ആണ് എന്ത് ചെയ്യുന്നത്, ഝാൻസിയിലെ റിവോൾട്ടുകൾക്ക് നേതൃത്വം കൊടുത്ത ആളെന്ന് പറയുന്നത്. മൂന്നാമത് ലക്നൌവിലെ സമരങ്ങൾക്ക് വിപ്ലവത്തിന് നേതൃത്വം കൊടുത്താണ് ബീഗം ഹസ്രത്ത് മഹൽ എന്ന് പറയുന്ന സ്ത്രീ. ബീഗം ഹസ്രത്ത് മഹലാണ് ലക്നൌവിലെ റിവോൾട്ടുകൾക്ക് ലീഡ് ചെയ്യപ്പെട്ടത്. കാൺപൂരിലെ നാനാ സാഹിബും താന്തിയ തോപ്പിയും ഇവർ രണ്ടുപേരുമാണ് കാൺപൂരിലുണ്ടായിരുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകൾ എന്ന് പറയുന്നത്. പിന്നെ ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയുമാണ് ഫൈസാബാദിലെ പ്രൊട്ടസ്റ്റുകൾക്ക് നേതൃത്വം കൊടുത്ത, റിവോൾട്ടുകൾക്ക് നേതൃത്വം. അപ്പോൾ ഡൽഹിയിൽ ബഹദൂർ ഷാ സെക്കൻഡ്, ഝാൻസിയിൽ റാണി ലക്ഷ്മി ബായി, ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂർ നാനാ സാഹിബും താന്തിയ തോപ്പിയും, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയും. ഇത് മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പണ്ട് മുതലേ ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും, പണ്ട് മുതലേ പഠിച്ചു വന്നൊരു പാട്ടുണ്ട്. ഈ പാട്ടിലൂടെ മക്കൾക്ക് വളരെ സിമ്പിളായിക്കാണ്ട് എന്ത് ചെയ്യാം, സിമ്പിളായിക്കാണ്ട് ഇത് പഠിക്കാം. പാട്ടെന്ന് പറയുന്നത് എങ്ങനെയാണ്, ഡൽഹി ബഹദൂർ ഝാൻസി റാണി, ലക്നൗ ബീഗം ഹസ്രത്ത് മഹലും, കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പിയുമേ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയുമേ. ഓക്കെ, സിമ്പിൾ. ഡൽഹി ബഹദൂർ, ഓക്കെ, ഡൽഹിയിൽ ബഹദൂർ, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി. അപ്പോൾ ഡൽഹി ബഹദൂർ ഝാൻസി റാണി, ലക്നൗ ബീഗം ഹസ്രത്ത് മഹലും, കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പിയുമേ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയുമേ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും കൂടുതൽ യൂസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ പഠിക്കുകയാണല്ലോ, അപ്പോൾ പഠിക്കാൻ ശ്രമിക്കുക. മക്കൾ ഈ പാട്ട് പഠിച്ചു പറയും, സിമ്പിളായിക്കാണ്ട് എന്ത് ചെയ്യുക. ഡൽഹിയിൽ ഇപ്പോൾ ബഹദൂർ ഷാ സെക്കൻഡ് വരുന്നു, ഝാൻസിയിൽ റാണി ലക്ഷ്മി ബായി വരുന്നു, ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ വരുന്നു, കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും വരുന്നു, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള വരുന്നു. നമ്മുടെ ചോദ്യം എന്തായിരുന്നു, എവിടെയായിരുന്നു, കാൺപൂരിലെ റിവോൾട്ടിൻ്റെ ലീഡ് ചെയ്ത നയിച്ച ആളാണ് നാനാ സാഹിബ്, അതുപോലെ താന്തിയ തോപ്പിയും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സോ ഇത്രയൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ സോഷ്യൽ സയൻസിലെ ഫ്രീക്വൻ്റ്ലി ആയി ക്വസ്റ്റ്യൻസ് വന്ന മേഖലയിലാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മക്കൾക്ക് ഒരിക്കൽ കൂടി പറയുകയാണ്, എക്സാം വൈ ലേണിംഗ്സ് നിങ്ങൾക്കായി കണ്ട് ഫ്രീ NMMS കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മക്കൾ ചെയ്യേണ്ടത് ഈ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യുക, കയറിയിട്ട് അപ്ലൈ ചെയ്യുക. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് പഠിക്കുക, എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. സംശയം കണ്ടി നമ്മൾക്ക് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് തരികയാണ്. സോ ഈ ഭാഗം 8057 സഹോദര സമരവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഭാഗങ്ങൾ പഠിക്കാൻ, നേരത്തെ പറഞ്ഞ പാട്ടുകളൊക്കെ അതുപോലെ തന്നെ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. സോ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.